നമുക്ക് പഠിച്ചവൻ തന്നിട്ടുള്ള സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാന്നുള്ളത് നന്ദിൻ്റെ ഭാഗമാണല്ലേ. അപ്പോൾ നമ്മൾ സമയം പാഴാക്കാൻ പാടില്ല. അതൊക്കെ പ്ലാൻഡ് ആയിട്ട് തന്നെ പോകുന്ന സമയത്ത് തന്നെ എന്തൊക്കെ തിരക്ക് പിടിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഫ്രസ്ട്രേറ്റഡ് ആയി ആകെ വറീഡ് ആവുന്നതിനേക്കാളും വളരെ സ്ലോ ആയിട്ട് ഗ്രേറ്റ്ഫുള്ളായിട്ട് നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങളെ ആസ്വദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതും നമ്മൾ പഠിച്ചവനോട് കാണിക്കുന്ന നന്ദിയുടെ ഭാഗം തന്നെയാണ്. തിരക്ക് പിടിക്കുന്നതിനേക്കാളും നമ്മൾക്കൊന്ന് മെല്ലെയും പോയി നോക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുട്ടികളുടെ കൂടെയൊക്കെ ഒന്ന് സംസാരിക്കുന്നതാവാം. ഇല്ലെങ്കിൽ ഒരു ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാവാം. ഇല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ മൊത്തത്തിലൊന്ന് റീക്യാപ്പ് ചെയ്യുന്നതും മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് പഠിച്ചു തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്ന് ഓർത്തുകൊണ്ടിരിക്കാനാവാം. ഇല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ക്ലീൻ ചെയ്യുന്നതാവാം, ചില സാധനങ്ങൾക്ക് പോളിഷ് ചെയ്ത് വെക്കുന്നതാവാം. അതെല്ലാം ഒരു മെഡിറ്റേഷനാണ്. ക്ലീനിങ്ങും ഒരു മെഡിറ്റേഷനാണല്ലേ. അപ്പം അതെല്ലാം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ഒരു മെഡിറ്റേഷനാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സും കൂടെയാണ് സ്ലോയിങ് ഡൗൺ. സോ ഇന്ന് തിരക്ക് പിടിക്കാതെ കുറച്ച് സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് എഴുതി നോക്കാം. ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചിരിക്കാം.